മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം 2024 ജൂൺ 13 ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകയിരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. നവംബർ 28 വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും. കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. 2025 ഏപ്രിൽ 11 വരെ ഏകദേശം 7.25 മാസത്തോളം ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകയിരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ്. പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ 12 രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണന അനുസരിച്ചുള്ളതാണ്. നിങ്ങളുടെ ജനനസമയം, ജനനസ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ചിങ്ങം രാശിക്കാരുടെ 5ഉം 8ഉം ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്, രോഹിണി നക്ഷത്രത്തിൽ. ഗുരു 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി വരാനിടയാക്കുന്നതായിരിക്കും. രോഹിണി നക്ഷത്രത്തിൻ്റെ പ്രഭാവം കാരണം മാനസികമായി നല്ല സ്ഥിതിയിലായിരിക്കും. ഈ സമയത്ത് ഓഫീസിൽ കാര്യങ്ങൾ സമയത്ത് ചെയ്തു തീർക്കുന്നത് ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും അപ്രീസിയേഷൻ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. കർമ്മമേഖല വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്ലാനിങ് ചെയ്യുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശസ്തിയിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുജനപ്രീതിയും സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും. ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്. 2ാം ഭാവം ധനം, വാണി, കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് സാമ്പത്തികപരമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തും പുറത്തും അന്തരീക്ഷം നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതുമായിരിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങളും മറ്റും നടക്കാൻ സാധ്യതകളുണ്ട്. ഗുരുവിൻ്റെ 7ാം ദൃഷ്ടി പതിക്കുന്നത് 4ാം ഭാവത്തിലാണ്. ഇവിടെ ശനിയുടെ 10ാം ദൃഷ്ടിയും രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. എങ്കിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് 4ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. 4ാം ഭാവം സുഖസ്ഥാനമാണ്. 4ാം ഭാവം ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, മാതാവ്, രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് പുതിയ വീട് വാങ്ങാനോ വീട് പണി ആരംഭിക്കുവാനോ യോഗമുണ്ടാകും. അതുപോലെ ഭൂമി, ഭവനം, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതുമായിരിക്കും. പ്രോപ്പർട്ടി ഡീലർ, ട്രാൻസ്പോർട്ടേഴ്സ്, ടൂർ ആൻഡ് ട്രാവൽ എന്നീ മേഖലയിലുള്ളവർക്ക് ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസവും ലഭിക്കുന്നതാണ്. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. 6ാം ഭാവം
രോഗം, ഋണം, ശത്രു, തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് വിരോധികളും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിഷ്ക്രിയരാകുന്നതായിരിക്കും. അതിനാൽ ബിസിനസ്സിൽ ലാഭം, കരിയറിൽ പുരോഗതി എന്നിവയെല്ലാം വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതാണ്. ഡോക്ടർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ്, അതുകൂടാതെ ചെറിയ കച്ചവടം ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം ഡേ ടു ഡേ വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. ഗുരു 8ാം ഭാവാധിപനുമാണല്ലോ. ധനസ്ഥാനത്ത് രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും. ഗുരുപ്രീതി ലഭിക്കുന്നതിനായി ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.